ആരാധനയായിട്ട് വരുന്ന ദേവിയുടെ ശ്യാമളാദണ്ഡകം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ത്രിശതി മന്ത്രങ്ങൾ, ശ്രീവിദ്യ രഹസ്യ ഉപാസകർക്കൊക്കെ അറിയാവുന്ന ത്രിശതി മന്ത്രങ്ങളെ കൊണ്ട് ഉപാസന നടത്താം. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം കൊണ്ട് ഇവിടെ ഉപാസന നടത്താം. ഇപ്രകാരം ദേവീ മാഹാത്മ്യം, ശ്യാമളാദണ്ഡകം, അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം കൂടാതെ സൗന്ദര്യലഹരി. കാരണം ഒരു ആചാര്യസ്വാമികൾ വിരചിതമായിട്ടുള്ള സൗന്ദര്യലഹരിയിൽ പല തത്വങ്ങളും നമ്മളിവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ മുഴുവൻ ജാമിതീയമായിട്ടുള്ള സങ്കല്പങ്ങൾ ആണ് അതിലധികം വരുന്നത്. അപ്പോൾ ആ ജാമിതീയമായിട്ടുള്ള ജോമെട്രിക്കലായിട്ടുള്ള ഒരു പ്രപഞ്ച സങ്കല്പമൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അതും ഇവിടെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒപ്പം തന്നെ സൗന്ദര്യലഹരിയിൽ അതിൽ പ്രത്യേകിച്ചും 48-ാമത്തെയൊക്കെ ശ്ലോകത്തിൽ വരുന്ന ദേവിയുടെ ഒരു കണ്ണ് സൂര്യനും ഒരു കണ്ണ് ചന്ദ്രനും ഒരു കണ്ണ് അഗ്നിയുമാണ്. അതുപോലെ തന്നെ നക്ഷത്ര സമൂഹങ്ങളൊക്കെ മാല്യ വിഭൂഷാദികളാണെന്നൊക്കെ പറയുന്ന കുറേ ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പം അതൊക്കെ തന്നെ നമുക്കിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രതിഷ്ഠയുടെ സങ്കല്പത്തിൽ. അപ്പോൾ ആദിപരാശക്തിയായിട്ടുള്ള ആ ശക്തി സ്വരൂപിണി, ഒരു വിരാൾ ശക്തി സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രന്ഥങ്ങൾ പരാമർശിക്കുന്ന സ്തോത്രങ്ങൾ, സ്തുതിഗീതങ്ങൾ ഒക്കെ തന്നെ പാരായണം ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വൈദിക മന്ത്രങ്ങളെ പോലെയല്ല, ചെറിയ തെറ്റുകളൊക്കെ വന്നാലും അതുകൊണ്ട് ദോഷമൊന്നുമില്ല. വൈദിക മന്ത്രങ്ങൾ ചിട്ടപ്പെടുത്തിയതാണ്, അതിൻ്റെ ക്രമം അനുസരിച്ചിട്ട് തന്നെ ചെയ്താണ് ഫലം കിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ സ്തുതികളാണ്, സ്തുതികളാണ് നമ്മളത് കൂടുതൽ